എന്താ ഇത്ര പെട്ടെന്ന് ഇങ്ങനെ ഒരു ഔട്ടിംഗ് പ്ലാൻ ചെയ്തേ? ഇനി എത്ര നാൾ നമ്മൾ മൂന്നുപേരും ഒരുമിച്ചുണ്ടാവുമെന്ന് എനിക്കറിയില്ലടോ. തനിക്ക് ഓർമ്മ തിരിച്ചു കിട്ടുകയാണെങ്കിലേ എൻ്റെ ജീവിതത്തിലെ സന്തോഷങ്ങളെല്ലാം അവസാനിക്കും. പിന്നെ എൻ്റെ മോളും ഞാനും മാത്രം. ഇവിടെ വണ്ടി ഇടാൻ പറ്റില്ല, എടുത്ത് മാറ്റിയേ. താനോട് പോ. ചേട്ടാ ഒരു മിനിറ്റും ഇല്ല. വാ വണ്ടി എടുത്ത് മാറ്റിയേ. വാ. എന്താടോ താൻ ആരെയും നോക്കുന്നേ? ഏയ് ഒന്നുമില്ല. തനിക്ക് എന്ത് പറ്റി? ഒന്നുമില്ല ഗൂഗിൾ. എന്നാ വാ. ഗുഡ് ആഫ്റ്റർനൂൺ സർ. ഗുഡ് ആഫ്റ്റർനൂൺ. ഐ എം അഡ്വക്കേറ്റ് ഗോകുൽ രാജ്. ഒരു ടേബിൾ റിസർവ് ചെയ്തിട്ടുണ്ടായിരുന്നു. യെസ് സർ, ടേബിൾ റെഡിയാ. പ്ലീസ് കം. താങ്ക് യു. വാ. വരൂ സർ. മോളെ വാ. സർ അതാണ് ടേബിൾ. ഓ, അവിടെ ഇരുന്ന കുട്ടികളുടെ എന്റർടൈൻമെന്റ് ഏരിയയും ലോണും എല്ലാം കാണാം. വരൂ സർ. സർ വെൽക്കം ഡ്രിങ്ക് എടുക്കണോ അതോ ഡയറക്റ്റ് ഫുഡിലോട്ട് പോകണോ? ആദ്യം വെൽക്കം ഡ്രിങ്ക് മതി, ഫുഡ് ഞാൻ പറയാം. എന്നാ പിന്നെ അങ്ങനെ ആവട്ടെ അല്ലേ സാർ? യെസ്, മോള് പറയുന്ന പോലെ മതി. ശരി സാർ. പോരെ? അമ്മേ, എന്താ? അമ്മ അത് കണ്ട ഊഞ്ഞാല്. എനിക്ക് ഊഞ്ഞാലാടണം. അങ്ങോട്ടൊക്കെ പിന്നെ പോവാം. അത് പറ്റില്ല, എനിക്ക് ഇപ്പൊ തന്നെ ഊഞ്ഞാലാടണം. മോളെ എടോ, നമുക്ക് ഇഷ്ടംപോലെ സമയമുണ്ടല്ലോ. ഇപ്പോ മോള് കുറച്ച് സമയം ഊഞ്ഞാലടിക്കോട്ടെ. നമ്മൾ എൻജോയ് ചെയ്യാനല്ലേ ഇവിടെ വന്നിരിക്കുന്നേ. താനും പോയി അടിക്കോളൂ. ഈ ഊഞ്ഞാലെന്നൊക്കെ പറയുന്നതേ ഒരു നൊസ്റ്റാൾജിക് ഐറ്റമാ. ഊഞ്ഞാലാടാനല്ലെങ്കിൽ ഞാനും പോവാം. എവിടെങ്കിലും വീണാ പിന്നെ അത് മതി. ഓ, ഈ അമ്മയുടെ ഒരു കാര്യം, ക്രിഞ്ചമ്മ. വാ അമ്മേ. മോളെ ഗൂഗിൾ, ഞാനിപ്പോ വരാം. ചില്ലടോ അങ്ങോട്ട്. അമ്മേ, ഊഞ്ഞാൽ നല്ലതുപോലെ ആട്ടിത്താ. എനിക്ക് നല്ല ഉയരത്തിൽ പറക്കണം. വേണ്ട വേണ്ട, ഒരുപാട് ഉയരത്തിലേക്കൊന്നും പോണ്ട, തല ഇറങ്ങും. അമ്മേ പ്ലീസ്. ശരി ശരി.
അച്ഛാ ഇങ്ങോട്ട് വന്നേ. ഓ ഇത് കണ്ടില്ലേ, അമ്മ ചെറുതായിട്ട് ആട്ടുന്നുള്ളൂ. ആഹാ അച്ഛ ഊഞ്ഞാല് വലുതായിട്ട് ആട്ടിയേ. പൊന്നച്ഛനല്ലേ, പ്ലീസ്. എടോ താനെ കുറച്ച് റെസ്റ്റ് എടുക്ക, ഞാൻ മോളെ ആട്ടിക്കോളാം. വേണ്ട, ഒരുപാട് ഉയരത്തിലൊന്നും വേണ്ട. താൻ മാറടോ, അവള് പറക്കട്ടെ. ആ ഓ ഓ എന്താ ഇത്ര പെട്ടെന്ന് ഇങ്ങനെ ഒരു ഔട്ടിംഗ് പ്ലാൻ ചെയ്തേ? ഇനി എത്ര നാളെ നമ്മൾ മൂന്നുപേരും ഒരുമിച്ചുണ്ടാവുമെന്ന് എനിക്കറിയില്ലടോ. തനിക്ക് ഓർമ്മ തിരിച്ചു കിട്ടുകയാണെങ്കിലേ എൻ്റെ ജീവിതത്തിലെ സന്തോഷങ്ങളെല്ലാം അവസാനിക്കും. പിന്നെ എൻ്റെ മോളും ഞാനും മാത്രം. താൻ എൻ്റെ കൂടെയുള്ള സമയം അത്രയും എൻ്റെ മോളും ഞാനും സന്തോഷത്തോടെ ഇരിക്കട്ടെ. ഈ ഓർമ്മകളെങ്കിലും എനിക്ക് പിന്നെ കൂട്ടിനുണ്ടാവുമല്ലോ. എന്താ ഗോകുൽ ഇങ്ങനെ നോക്കുന്നേ? ഞാൻ ചോദിച്ചു കേട്ടില്ലേ, ആര് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു ഔട്ടിംഗ് പ്ലാൻ ചെയ്തേന്ന്? അതോ അത് മോള് പറഞ്ഞിട്ടാ. തന്നോടൊന്നും പറഞ്ഞില്ലായിരുന്നോ മോള്? ഇല്ല, എന്നോട് പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. എന്നോടൊരു സർപ്രൈസ് ഉണ്ടെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. എന്ത് സർപ്രൈസ്? അത് ഇവളോട് തന്നെ ചോദിക്കണം. എന്താ മോളെ സർപ്രൈസ്? അതൊക്കെ പിന്നെ പറയാം. ഇനി അമ്മ വാ. വാ, വാ. അമ്മ ഇരിക്കമ്മേ, പറഞ്ഞ പറ്റില്ല. ഇരിക്കണോ? ഇരുന്നോ? മോളെ വേണ്ട. അച്ഛാ, ഈ അമ്മയ്ക്ക് നല്ല വെയിറ്റാ. അച്ഛനും കൂടി വന്ന് ആട്ടിക്കൊടുക്ക്. വാ അച്ഛാ.